ദുൽഖർ സൽമാനെ നായകനാക്കി നവാഗതനായ അഭിലാഷ് ജോഷി സംവിധാനം ചെയ്ത് 2023 റിലീസായ ചിത്രമാണ് കിങ് ഓഫ് കൊത്ത. കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും ഹൈപ്പ് സൃഷ്ടിച്ച സിനിമ കൂടിയാണ് കിങ് ഓഫ് കൊത്ത. എന്നാൽ 40 കോടിയോളം ബജറ്റിലെത്തിയ ചിത്രത്തിന് മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത്. പാൻ ഇന്ത്യൻ റിലീസായ എത്തിയ ചിത്രത്തിന് മുതൽ മുടക്ക് മാത്രമാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടാൻ സാധിച്ചത്. ചിത്രത്തിന്റെ OTT റിലീസിന് ശേഷം പിന്നാലെ ദുൽഖറിന്റെയും ഐശ്വര്യ ലക്ഷ്മിയുടെയും കഥാപാത്രങ്ങൾക്ക് ട്രോൾ പേജുകളിൽ ചർച്ചയായിരുന്നു. ചിത്രത്തിൽ ദുൽഖർ അവതരിപ്പിച്ച രാജു എന്ന കഥാപാത്രത്തെ ഐശ്വര്യ ലക്ഷ്മി രാജുവേട്ട എന്നായിരുന്നു വിളിക്കുന്നത്. ഏറെ ട്രോൾ ചെയ്യപ്പെട്ട ഒന്നായിരുന്നു ഇത്. ഇതിനെപ്പറ്റി സംസാരിക്കുകയാണ് ഐശ്വര്യ. ധന്യ വർമ്മയുമൊത്തുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഐശ്വര്യ ലക്ഷ്മി. കിങ് ഓഫ് കൊത്തയിൽ അഭിനയിച്ചതിന് ശേഷം ഞാൻ ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ടിരുന്നു. എന്റെ അഭിനയം പോരാ, കഥാപാത്രം നന്നായില്ല എന്നൊക്കെ. എനിക്ക് ആ സ്ക്രിപ്റ്റിൽ ഉള്ളത് മാത്രമല്ലേ അഭിനയിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ സംവിധായകൻ പറയുന്നത് പോലെ മാത്രമേ എനിക്ക് അഭിനയിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നെ ഒരാൾ മോശമായി ഡയറക്റ്റ് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് ആ സിനിമയിലും ആ കാലഘട്ടത്തിലും രാജുവേട്ട എന്നായിരുന്നു വിളിക്കേണ്ടത്. ഞാൻ അതിനെക്കുറിച്ച് സംവിധായകനോട് ചോദിച്ചിട്ടുണ്ട്. രാജു എന്ന് വിളിക്കട്ടെ എന്ന്. ഈ വിളിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ വലിയൊരു ഗ്യാങ്സ്റ്ററിനെയാണ് കാണിക്കുന്നത്, അപ്പോൾ ആ രീതിയിൽ വേണം രാജു എന്ന കഥാപാത്രത്തെ വിളിക്കേണ്ടത്. അതിന് കുറെ കാലം ഞാൻ ട്രോൾ ചെയ്യപ്പെട്ടു. എന്നാൽ അത് എന്റെ തെറ്റാണോ? അല്ല. അതുപോലെ ആരുടെയും തെറ്റാണോ? അല്ല, ഐശ്വര്യ ലക്ഷ്മി പറയുന്നു.